ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായ എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കിടിലൻ ടിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്റർസെപ്റ്ററിൻ്റെ ഫോർക്ക് ടോർക്ക് അടിച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് 3 വശത്തുമുള്ള 6ന്റെ അലങ്കി ബോൾട്ടുകളാണ് ലൂസ് ചെയ്യേണ്ടത്. മെയിനായിട്ട് ഹാൻഡിൽ ഷിവറിംഗ് എന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടോർക്ക് അടിച്ച് ടൈറ്റ് ചെയ്യുന്നത്. വണ്ടിയിലുള്ള ഓരോ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യാനും ഓരോ അളവിലുള്ള ടോർക്കുകളാണ് വരുന്നത്. ഓരോ ബോൾട്ടുകളും ഇത്ര എണ്ണം ടോർക്ക് അടിച്ച് വേണം ടൈറ്റ് ചെയ്യാനെന്ന് കമ്പനി പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഹാൻഡിൽ ഷിവറിങ്ങിൻ്റെ കാര്യത്തിൽ ഫോർക്കിൻ്റെ ടോർക്ക് അടിക്കുന്ന അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഹാൻഡിൽ ഓവർ ടൈറ്റ് ആകുന്നതിന് അത് കാരണമാകുന്നു. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിലുള്ള ടോർക്ക് അടിച്ച് വേണം ടൈറ്റ് ചെയ്യേണ്ടത്. ഈ കാണിച്ച 6ന്റെ 3 അലങ്കികളും ലൂസാക്കിയതിനു ശേഷം ഈ കാണുന്നത് പോലെ ഹാൻഡിൽ മുകളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇളവി വരുന്നതാണ്. അതിനുശേഷം ഇനിയാണ് നമ്മൾ ടോർക്ക് റേഞ്ചിൽ 8ന്റെ അലങ്കി യൂസ് ചെയ്തുകൊണ്ട് 12 Nm എന്ന അളവിൽ ടോർക്ക് അടിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ കാണുന്നതാണ് ടോർക്ക് റേഞ്ച്. കൃത്യമായിട്ടുള്ള ടോർക്ക് അളവ് സെറ്റ് ചെയ്തുകൊണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് ടോർക്ക് അടിക്കാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂളാണ് ഇത്. നമുക്ക് ഒരിക്കലും ഇത്ര Nm എന്ന കൃത്യമായിട്ടുള്ള അളവിൽ കൈകൊണ്ട് ടൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടോർക്ക് റേഞ്ച് എന്ന സ്പെഷ്യൽ ടൂൾ ഉപയോഗിക്കുന്നത്. ഇന്റർസെപ്റ്ററിന്റെ 8ന്റെ അലങ്കി വരുന്ന ഈ ഒരു ഫോർക്ക് 12 Nm എന്ന അളവിൽ ടൈറ്റ് ചെയ്യണമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതേപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. തിരിച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹാൻഡിലിന്റെ ഫ്രീ പ്ലേ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഈ കാണുന്നത് പോലെ വണ്ടിയുടെ പിറകുവശം താഴ്ത്തി പിടിച്ചതിന് ശേഷം ഹാൻഡിലിന്റെ ഫ്രീ പ്ലേ ഇതേപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഫ്രീ പ്ലേ സ്മൂത്ത് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഹാൻഡിൽ ഈ കാണുന്നത് പോലെ താഴേക്ക് തട്ടിയിറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഹാൻഡിൽ ബാർ കൃത്യമായിട്ട് സീറ്റിംഗ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ ആദ്യമേ ലൂസാക്കിയ 6ന്റെ 3 അലങ്കി ബോൾട്ടുകളും 25 Nm എന്ന ടോർക്ക് അളവിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ 6ന്റെ 3 അലങ്കി ബോൾട്ടുകളും കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.